ആത്മീയപാതയിൽ കൊച്ചറേസ്യ കണ്ടുപിടിച്ച കുറുക്കുവഴിയെ പരാമർശിച്ചുകൊണ്ട് അവൾ എഴുതി, ഞാൻ സഞ്ചരിക്കുന്ന മാർഗം അത്യന്തം സരളവും പ്രകാശവുമായിരിക്കുന്നതിനാൽ യേശുവല്ലാതെ വേറൊരു നേതാവും എനിക്ക് ആവശ്യമില്ലായിരുന്നു. വിശുദ്ധ കൊച്ചറേസ്യ തൻ്റെ ജീവിതം വഴിയായും പഠനങ്ങൾ വഴിയായും നമ്മെ പ്രബോധിപ്പിക്കുന്നത് ആധ്യാത്മിക ശിഷ്യത്വം എന്നത് പുണ്യപൂർണ്ണത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആർജിച്ചെടുക്കേണ്ട മനോഭാവമാണ്. മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ പോലെ തന്നെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ഈ ദർശനത്തിൽ നിന്നും ഉടലെടുക്കുന്ന ആത്മസമർപ്പണമാണ് ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ അടിസ്ഥാനം. ഈ ശിശുവിനെ പോലെ ഒരു ആത്മാവ് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ആത്മാവിന് ആവശ്യമായതെല്ലാം നൽകും. ഈ ഒരു പ്രത്യാശയാണ് കൊച്ചറേസ്യയെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ടുകൂടിയാണ് കൊച്ചറേസ്യയ്ക്ക് പറയാൻ സാധിച്ചത്, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം ചോദിച്ചതെല്ലാം നൽകി. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നതെല്ലാം ദൈവം തരാതിരിക്കുകയില്ല എന്ന്. സ്വർഗത്തിലെത്താൻ അവൾ കണ്ടുപിടിച്ച ആധ്യാത്മിക ശിശുത്വമാകുന്ന കുറുക്കുവഴി ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുവാനും അവൾ ആഗ്രഹിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.